ഞാൻ ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും ഞാൻ രക്ഷകർത്താക്കൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു രക്ഷകർത്താവ് നിങ്ങളെ മക്കളെ പഠിപ്പിച്ച് എം.എൽ.എ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരാളില്ല. ഒറ്റയാൾ ഉത്തരം പറഞ്ഞിട്ടില്ല നാളിതുവരെ. എന്താ കാര്യം? അനുകരിക്കാൻ തോന്നത്തക്ക, ആദരിക്കാൻ തോന്നത്തക്ക, മാതൃകയാക്കാൻ തോന്നത്തക്ക രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ രക്ഷകർത്താക്കൾ കാണുന്നില്ല. സച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ടിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പഠിച്ചു. മോഹൻലാലിനെയും മമ്മൂട്ടിയെ കണ്ടിട്ട് സിനിമയിൽ വരാൻ വേണ്ടി പ്രയത്നിച്ചു. ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ട് എനിക്കെൻ്റെ നാട് നയിക്കണമെന്ന് കരുതി രക്ഷകർത്താക്കൾ മക്കളെ നിയോഗിക്കുമോ? കാര്യമെന്താ? ഭയമാണ്. സ്കൂൾ രാഷ്ട്രീയത്തിൽ എൻ്റെ മക്കളുടെ വല്ലവൻ്റെ അടി കൊണ്ട് തലപൊട്ടി കിടക്കുന്ന കാണാനുള്ള ശേഷി രക്ഷകർത്താക്കൾക്കില്ല. എസ്.എഫ്.ഐ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളും കണ്ടിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വിടാൻ പറ്റുന്നത്? ഇപ്പോൾ 2020യുടെ എല്ലാ ആൾക്കാരെയും നോക്കൂ, എല്ലാം ബിസിനസ്സുകാരാണ്, എല്ലാം പ്രൊഫഷണൽസാണ്, ഡോക്ടേഴ്സാണ്. അവരാരും രാവിലെ തൊട്ട് വൈകുന്നേരം ഇറങ്ങി ആരെയും തെറി പറഞ്ഞ് നടക്കുന്നവരല്ല. പക്ഷേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ജെയിംസ് ചേട്ടനെ പോലെയുള്ള ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇതേ മനുഷ്യർ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അവർ കാഴ്ചപ്പാടുകൾ കൊണ്ടും കഴിവ് കൊണ്ടും നിയമനിർമ്മാണ സഭയിൽ ചോദ്യം ചോദിച്ചാൽ പോരെ? നടുറോട്ടിലിറങ്ങി ഒരുത്തനെ ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം നമുക്ക് ചോദിക്കാനുള്ള സ്പേസാണ് നിയമനിർമ്മാണ സഭ. അവിടെ നമ്മൾ ചോദിക്കും.